ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 4ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് EVS ക്ലാസ് ആയിരുന്നു. നമുക്ക് പക്ഷികളെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പക്ഷി നിരീക്ഷണത്തെക്കുറിച്ച് അതിൻ്റെ ഒരു കുറിപ്പ് തയ്യാറാക്കാനുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പക്ഷിയെ നിരീക്ഷിച്ചിട്ട് അതിൻ്റെ കുറിപ്പ് തയ്യാറാക്കാനുണ്ട്. പക്ഷികളുടെ പ്രയോജനങ്ങൾ, നമുക്ക് ഏതൊക്കെ തരത്തിൽ പ്രയോജനങ്ങളുണ്ട് എന്ന് എഴുതാനുണ്ട്. പക്ഷികൾ കുറയുന്നതിനുള്ള കാരണങ്ങൾ, പക്ഷികളെ സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സും ഉണ്ട് ഇതിൽ, മലയാളം മീഡിയം ക്ലാസ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ വിലപ്പെട്ടതാണ്, അത് നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മുമ്പത്തെ ക്ലാസ്സൊക്കെ കാണാൻ നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. മുൻപത്തെ വീഡിയോസൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കുട്ടികളെ, നമുക്ക് വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. കൂട്ടുകാരെ, എല്ലാവരും പക്ഷികളെ നിരീക്ഷിക്കുന്നില്ലേ? പക്ഷികളെ നിരീക്ഷിച്ചപ്പോൾ വിസ്മയകരമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? നിങ്ങളുടെ നിരീക്ഷണക്കുറിപ്പിൽ ഇവയെല്ലാം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ. തീയതി എഴുതണം, സമയം എഴുതണം, പക്ഷിയുടെ പേരെഴുതണം, കണ്ട സ്ഥലം എഴുതണം, ശാരീരിക പ്രത്യേകതകൾ, കൊക്ക് അഥവാ ചുണ്ട്, കാല്, പിന്നെ നിറം, വാല്, ചിറക്, സഞ്ചാര രീതി, എന്തൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്, ആഹാരം, മറ്റ് പ്രത്യേകതകളൊക്കെ നമുക്ക് നിങ്ങൾ നിരീക്ഷിക്കുന്ന പക്ഷിയെ കുറിച്ചിട്ട് എഴുതി കൊടുക്കാനുണ്ട്. തീയതി ഒരു സൈഡിൽ എഴുതണം. നിങ്ങൾ നിരീക്ഷിച്ച സമയം, കാരണം ഓരോ സമയത്തും വരുന്ന പക്ഷികളുണ്ട്. രാത്രിയിൽ ഇറങ്ങുന്ന പക്ഷികളുണ്ട്, ഉച്ചക്ക് ഇറങ്ങുന്ന പക്ഷികളുണ്ട്, പകൽ സമയത്ത് രാവിലെ ഇറങ്ങുന്ന പക്ഷികളൊക്കെ ഉണ്ട്. നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ തീയതി 25/11/20 മേളിൽ വലത് ഭാഗത്ത് എഴുതി കൊടുക്കുക. സമയം എഴുതി കൊടുക്കുക. പക്ഷിയുടെ പേര് തത്ത. അപ്പോൾ നിങ്ങൾ കണ്ട പക്ഷിയുടെ പേര് ഏതാണെന്നുള്ളത് അത് കണ്ടെത്തി എഴുതുക. തത്തന്നെ എഴുതണമെന്നില്ല. ഇനി പ്രയാസമുള്ളവർക്ക് തത്ത കൊടുക്കാം. മിക്ക കുട്ടികളും കണ്ടിട്ടുണ്ടാവും തത്തനെ. ഞാൻ നിരീക്ഷിച്ച പക്ഷിയാണ് തത്ത. എൻ്റെ വീടിനടുത്തുള്ള ഒരു മരക്കൊമ്പിലാണ് പക്ഷിയെ കണ്ടത്. ശരീരം മുഴുവനും പച്ച നിറമാണ്. വാലിന് മുകൾ ഭാഗം നീലയും അടിഭാഗം മഞ്ഞയുമായി കാണുന്നു. കൊക്കിൻ്റെ മുകൾ പകുതി ചുവപ്പും കീഴ് പകുതി കറുപ്പും നിറത്തിലാണ്. അറ്റം കൂർത്ത വളഞ്ഞ ചുണ്ടുകളും പച്ച തൂവലുകളുമാണ് ഉള്ളത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം കൊക്കുകൾ വരുന്നത്, അതിൻ്റെ ചുണ്ടൊക്കെ. കാലിലെ 2 വിരൽ മുന്നോട്ടും 2 വിരൽ പിന്നോട്ടുമാണ് കാണുന്നത്. കൂട്ടം ചേർന്നാണ് സഞ്ചരിക്കുന്നത്. പഴങ്ങളും കായ്കളും ഇവ കൊത്തി തിന്നുന്നതും കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. നിങ്ങൾ എന്ത് പക്ഷിയാണോ കണ്ടിട്ടുള്ളത്, അപ്പോൾ അതേപോലെ ടൈമും ഡേറ്റൊക്കെ എഴുതിയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇങ്ങനെ എഴുതി കൊടുക്കുക. പാരറ്റിനാണ്. ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. 1 Monday 22 November 11ാം മാസം 21 ഫസ്റ്റ് സോ എ പാരറ്റ് ഇൻ മൈ ബാക്ക്യാർഡ്. ഇറ്റ് വാസ് സിറ്റിംഗ് ഓൺ എ പാം ട്രീ. മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ബോഡി ഈസ് ഗ്രീൻ. ദ അപ്പർ പാർട്ട് ഓഫ് ദ ടെയിൽ ഈസ് ബ്ലൂ. ദ ലെഗ്സ് ആർ യെല്ലോ. ദ അപ്പർ പാർട്ട് ഓഫ് ദ beak ഈസ് റെഡ് and the bottom is black. Up to tail is about 40 centimeter long. The sound of this beautiful bird is also nice. Its main foods are nuts, fruits and grains. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇതേപോലെ നോക്കിയിട്ട് എഴുതി കൊടുക്കാം. ഡേറ്റ് ഇങ്ങനെ എഴുതി കൊടുക്കാം. സൈഡിൽ മുകളിലായിട്ടും എഴുതി കൊടുക്കാം. അപ്പോൾ അത് മലയാളം എഴുതി അതേപോലെ തന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താൽ മതി. ഓക്കെ. രണ്ടാമത്തെ ആക്ടിവിറ്റി, പക്ഷിലോകത്തെ വൈവിധ്യം നമ്മൾ കണ്ടല്ലോ. നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ കണ്ടു അല്ലേ? എത്ര മനോഹരമായ വീഡിയോ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. പക്ഷികൾ നമ്മുടെ ചുറ്റുപാടും മനോഹരമാക്കുന്നു. പക്ഷികളെ കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ടെന്ന് നോക്കൂ. പക്ഷികളെ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അല്ലേ? കാക്ക നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളൊരു പക്ഷിയാണ്. വീട് വൃത്തിയാക്കുന്നു, വീടും പരിസരവും വൃത്തിയാക്കുന്നു. പക്ഷികളെ കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങൾ ഉണ്ടെന്ന് നോക്കൂ. ജൈവ വൈവിധ്യം നിലനിർത്താൻ സഹായിക്കുന്നു. വിത്ത് അല്ലേ, പഴം കഴിച്ചിട്ട് വിത്ത് പറമ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മരങ്ങൾ അവിടെയൊക്കെ വളരാൻ സഹായിക്കുന്നുണ്ട്. ആ ക്ലാസ്സൊക്കെ തുടരെ വർക്ക്ഷീറ്റിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ പക്ഷികൾ പഴങ്ങൾ ആഹാരമാക്കുന്ന സമയത്തും പഴങ്ങൾ കൊത്തി പറക്കുമ്പോഴും മറ്റു വിത്തുകൾ പലയിടത്തായി വിതരണം ചെയ്യപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കാണ്. വിളകൾ തിന്ന് നശിപ്പിക്കുന്ന പുഴുക്കൾ, ചെറു പ്രാണികൾ എന്നിവയെ പക്ഷികൾ ആഹാരമാക്കുന്നു. ഇതുവഴി പക്ഷികൾ കീടനിയന്ത്രണത്തിന് സഹായിക്കുന്നു. മൂങ്ങയും പരുന്തും പോലുള്ള ഇരപിടിയന്മാരായ പക്ഷികൾ എലികൾ പെരുകുന്നത് തടയുന്നു അല്ലേ?
അവർ എലികൾ പെറ്റ് പെരുകുമ്പോൾ ഈ പക്ഷികൾ അത് എലി പിടിക്കുന്നത് കാരണം എന്ത് ചെയ്യും? അവർക്ക് നമുക്ക് ക്രമാതീതമായ വളർച്ച ഇല്ലാതാകുന്നു അല്ലേ? പിന്നെ എന്ത്, സസ്യങ്ങളുടെയും പഴങ്ങളുടെയും മറ്റു ഭക്ഷിക്കുന്നില്ല, അവയുടെ വിത്ത് ഇത് നേരത്തെ പറഞ്ഞു. കീടങ്ങൾ തിന്നുന്നതിനാൽ അവയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കാക്കയും കോഴിയും മറ്റു പരിസരം വൃത്തിയാക്കുന്നു, നേരത്തെ പറഞ്ഞു. പല പക്ഷികളും നമ്മുടെ ആഹാരത്തിന് ഉപകരിക്കുന്നു. അപ്പോൾ ഇതേപോലെ എഴുതി കൊടുക്കുക. കുറച്ച് ആ വർക്ക്ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ പക്ഷികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം എന്ന് എഴുതിയതിന് ശേഷം താഴെ എലികളെയും മറ്റും പിടിച്ചു തിന്നുന്ന മൂങ്ങ, പരുന്ത് തുടങ്ങിയ പക്ഷികൾ നമുക്ക് ഉപദ്രവകാരികളായ ജീവികൾ പെരുകുന്നത് തടയുന്നു. സസ്യങ്ങളുടെ പഴങ്ങളും മറ്റും ഭക്ഷിക്കുന്നതിലൂടെ അവയുടെ വിത്ത് വിതരണം ചെയ്യാൻ സസ്യങ്ങളെ സഹായിക്കുന്നു. കീടങ്ങളെ തിന്നുന്നതിനാൽ അവയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കാക്കയും കോഴിയും മറ്റും പരിസരം വൃത്തിയാക്കുന്നു. പല പക്ഷികളും നമ്മുടെ ആഹാരത്തിന് ഉപകരിക്കുന്നു. നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതേപോലെ എഴുതി കൊടുക്കുക. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇതേപോലെ തന്നെ ഇതിന് ഇംഗ്ലീഷ് രൂപത്തിൽ എഴുതുന്നുണ്ട്. നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഹാവിങ് ബേർഡ്സ് such as owl and hawks, which prey on rats and other animals, prevent the proliferation of harmful organisms, helps plants to distribute their seeds by eating fruits and vegetables, helps to control pests as they eat them, crows and chickens clean the area. മെനി ബേർഡ്സ് ആർ ഗുഡ് ഫോർ അവർ ഫുഡ് അല്ലേ? അപ്പം അതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ. അടുത്ത വർഷീറ്റ് നമുക്ക് നോക്കാം. നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ സസ്യങ്ങളും നാം നട്ടുപിടിപ്പിച്ചവയാണോ? അവയിൽ പലതും എങ്ങനെയായിരിക്കും അവിടെ മുളച്ചു വന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ? പക്ഷികൾ വഴി വിത്ത് വിതരണം നടക്കുകയും പ്രകൃതിയിൽ പലയിടത്തായി പല സസ്യങ്ങളും സ്വാഭാവികമായി മുളച്ചു വരികയും ചെയ്യുന്നു. ഇപ്രകാരം സസ്യവൈവിധ്യം നിലനിർത്താൻ പക്ഷികൾ സഹായിക്കുന്നു. പിന്നെ നേരത്തെ ക്ലാസ്സിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സസ്യങ്ങളാണ് പേര, അതേപോലെ പ്ലാവ്, ചീനിമുളക് തുടങ്ങിയവ, കശുമാവ് തുടങ്ങിയ സസ്യങ്ങൾ. ഓക്കെ, അടുത്ത വർക്ക്, പക്ഷികളുടെ വൈവിധ്യം നിലനിൽക്കേണ്ടത് പ്രകൃതിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇപ്പം ഇന്നത്തെ ക്ലാസ്സിലൊക്കെ കറക്റ്റ് പ്രകൃതിയും പക്ഷിയും കൂടി ഇണങ്ങി ചേർന്ന ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? അപ്പോൾ അതിൽ പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പക്ഷികളുടെ സംരക്ഷണത്തിനായി നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അതെങ്ങനെ എഴുതാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പക്ഷികളെ സംരക്ഷിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? നമ്മളെക്കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കാം. പക്ഷികൾക്കും നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന മനോഭാവം എല്ലാവരിലും വളരണം. വിനോദത്തിനായി പക്ഷികളെ വേട്ടയാടുന്നത് ഒഴിവാക്കുക. മലിനീകരണം നിയന്ത്രിക്കണം. വനനശീകരണം അവസാനിപ്പിക്കണം. പക്ഷികൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. നമ്മൾ പക്ഷി നിരീക്ഷിക്കാൻ പോകുമ്പോൾ നമ്മൾ ഇളം കളറിലുള്ള ഡ്രസ്സ് ഇടണം, പ്രകൃതിയോട് ഇണങ്ങിയ കളർ ഇടണം എന്നൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതേപോലെ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. പേപ്പർ വേസ്റ്റുകൾ നമ്മൾ പറമ്പിൽ കത്തിക്കാതിരിക്കുക. നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ദ ബേർഡ്സ്? അവോയ്ഡ് ഹണ്ടിങ് ബേർഡ്സ് ഫോർ റീക്രിയേഷൻ. പൊല്യൂഷൻ ഷുഡ് ബി കൺട്രോൾഡ്. ഡിഫോറസ്റ്റേഷൻ മസ്റ്റ് എൻഡ്. ബേർഡ്സ് ഷുഡ് ബി ഏബിൾ ടു ലൈവ് വിത്തൗട്ട് ഫിയർ. പേടില്ലാതെ ജീവിക്കാൻ നമ്മൾ അവരെ അനുവദിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് കുട്ടികാർ എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വർക്കിലേക്ക് കടക്കാം. അടുത്ത വർക്ക് എന്താണ്? പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് അടുത്ത വർക്ക് വരുന്നത്. നമ്മൾ കാണപ്പെടുന്ന പക്ഷികളൊന്നും വംശനാശം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ് കാരണമെന്ന് നമുക്കൊന്ന് നോക്കാം. കീടനാശിനി പ്രയോഗം, നമ്മൾ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന കീടനാശിനി, കാരണം അത് വിളകളൊക്കെ കഴിക്കുന്ന സമയത്ത് അവർക്ക് നാശം സംഭവിക്കുന്നുണ്ട്. വേട്ടയാടൽ, മലിനീകരണം, ഭക്ഷണത്തിന് ഉപയോഗിക്കൽ അല്ലേ? നമ്മൾ വേട്ടയാടിയിട്ട് ഭക്ഷിക്കാൻ ഉപയോഗിക്കും. വനനശീകരണം, കാട്ടുതീ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, ഇവയൊക്കെ നമുക്ക് പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വരാൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ നമുക്കതിനെ
തടയാൻ പറ്റും. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എഴുതാം, വാട്ട് ആർ ദ കോസസ് ഓഫ് ഡിക്ലൈനിങ് ബേർഡ്സ് നമ്പർ? പെസ്റ്റിസൈഡ് അപ്ലിക്കേഷൻ, ഹണ്ടിങ്, പൊല്യൂഷൻ, യൂസ് ഫോർ ഫുഡ്, ഡിഫോറസ്റ്റേഷൻ, വൈൽഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇത്തരം ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴും പക്ഷികളുടെ എണ്ണത്തിൽ പിന്നെ കുറവ് വരാൻ കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അങ്ങാടിക്കുരുവി, നമ്മൾ അങ്ങാടിയിലും മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയൊരു കിളി ശബ്ദിച്ച് കാണും ഇങ്ങനെ ചിലക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? അവയ്ക്കും അതുപോലെ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. കാരണം ടെറസ് ഓടിട്ട റൂമിൻ്റെ മുകളിൽ ഓടിട്ട വീടിനുള്ളിലൊക്കെ അവർ കൂട് കൂട്ടിയിരുന്നത്. അവിടെ നിന്ന് ഈ അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന വിത്തുകളും ധാന്യമണികളൊക്കെ ഇന്ന് കഴിച്ചിട്ട് ആൾക്കാരുടെ ഇടയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷികളാണ് അങ്ങാടിക്കുരുവികൾ. നമ്മൾ അങ്ങാടിക്ക് പോകുമ്പോൾ കാണും ചെറിയ ചെറിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് പാറി നടക്കുന്നത്. ഇതിപ്പം ഓടിട്ട റൂമൊക്കെ പോയിട്ട് ഇപ്പോൾ വാർപ്പാക്കി ടെറസാക്കിയതിന് ശേഷം അവർക്ക് ഗണ്യമായ കുറവ് അവരിതിൽ കാണുന്നുണ്ട്. അതൊരു വാർത്താക്കിയിട്ട് പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വനം വകുപ്പ് അവർക്കൊരു കൂടൊക്കെ ഒരുക്കിയൊരു ന്യൂസൊക്കെയാണ് നമുക്ക് ചെയ്യാൻ തന്നിട്ടുള്ളത്. ഈ പത്രവാർത്ത വായിക്കൂ കൂട്ടുകാരെ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അങ്ങാടിക്കുരുവിൽ മനുഷ്യ സാമീപ്യം ഇഷ്ടപ്പെടുന്നതിനാൽ, ലോക അങ്ങാടിക്കുരുവി ദിനം മാർച്ച് 20 കേട്ടോ. അപ്പം മനുഷ്യവാസം ഇഷ്ടപ്പെടുന്നതിനാൽ വീടുകളിലും മറ്റും കെട്ടിടങ്ങളിലുമാണ് കൂടുണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓടു മേൽക്കൂരകൾ മാറി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നപ്പോൾ അവയ്ക്ക് കൂടൊരുക്കാൻ സ്ഥലം ലഭിക്കാതായി. ധാന്യങ്ങൾ ലഭിക്കാത്തതും സ്വാഭാവിക വാസസ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മലിനീകരണവും അങ്ങാടിക്കുരുവികളുടെ എണ്ണത്തിൽ കുറവ് വരാൻ ഇടയാക്കി. അപ്പോൾ ഇതൊരു പത്രവാർത്ത ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇവർക്ക് ഇവർക്ക് നമ്മൾ സംരക്ഷിക്കണം അല്ലേ? അങ്ങാടിക്കുരുവികളും നമുക്ക് ആവശ്യപ്പെട്ടത് നമ്മളെ പ്രകൃതിയുടെ ആണെങ്കിൽ പക്ഷികളുണ്ടെങ്കിൽ മനുഷ്യരുള്ളൂ, പ്രകൃതിയുള്ളൂ. അപ്പോൾ അവരും സംരക്ഷിക്കേണ്ടത് നമ്മുടെ മനുഷ്യന്മാരുടെ കടമയാണ്. അപ്പോൾ അവർക്ക് കൂടൊരുക്കാം എന്ന് പറയാണ്ടുള്ളതാണ് നമുക്കൊരു വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ വർക്ക്ഷീറ്റിലൊന്ന് നോക്കാം. Have you noticed a news in your textbook? The forest department provide nest for house sparrow. There are many reasons for the extinctions of house sparrows. What are they? എന്താണ് ഒന്ന്? ചേഞ്ചസ് ഇൻ ദ റൂഫ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേൽക്കൂരയിൽ വരുന്ന മാറ്റമാണ് ഒന്നാമത്തെ ഒരു റീസണായിട്ട് നമ്മൾ കണ്ടെത്തിയത്. പിന്നെന്താ വരുന്നത്? ആധുനിക ഭക്ഷ്യ സംസ്കരണ രീതികൾ നിലവിൽ വന്നതിനാൽ ധാന്യങ്ങൾ ചോർന്ന് ലഭിക്കാതായി. ഒബ്റ്റൈനിങ് ഫുഡ് ഗ്രെയിൻസ് ബിക്കം മിഗ്രി വിത്ത് ദ അഡ്വാൻസ് ഓഫ് മോഡേൺ പ്രോസസ്സിംഗ് മെത്തേഡ്സ്. മൂന്നാമത്തേത് ഭക്ഷ്യവസ്തുക്കൾ കേടാതിരിക്കുവാനും നിറം നൽകാനും മറ്റുമായി ചേർക്കുന്ന അന്യവസ്തുക്കൾ ഇവയുടെ നാശത്തിന് കാരണമായി. ദ കെമിക്കൽ യൂസ് ഫോർ പ്രിവെൻറ്റിംഗ് സ്പോയിലേജ് ആൻഡ് കളറിംഗ് ഓഫ് ഫുഡ് എൻഗേർഡ് ദ ബേർഡ്സ് അല്ലേ? പരിസ്ഥിതി മലിനീകരണം അങ്ങാടിക്കുരുവികളുടെ വംശവർദ്ധനവിനെ ദോഷകരമായി ബാധിച്ചു. എൻവിറോൺമെൻറ്റ് പൊല്യൂഷൻ adversely affected the breeding of house sparrows. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോട്ട്സ് എഴുതുമ്പോൾ ഇതേപോലെ പോയിൻ്റ് ആക്കിയിട്ട് എഴുതി കൊടുക്കുക. അതിൽ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇതിൽ ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗങ്ങൾ എഴുതിയെടുക്കുക, മലയാളം മീഡിയം കുട്ടികൾ അതേപോലെയും എഴുതിയെടുക്കുക. അപ്പോൾ ഇതേപോലെ നോട്ട്സുകൾ പോയിൻ്റ് ആക്കിയിട്ട് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എഴുതിയെടുക്കുക. വീഡിയോ ഫസ്റ്റ് തൊട്ട് അവസാനം വരെയും വിശദമായിട്ട് വ്യക്തതയോട് കൂടിയിട്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ രേഖപ്പെടുത്തണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഇത് ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമേ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്തി. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റാണ് എനിക്ക് അടുത്ത ക്ലാസ് എടുക്കാനുള്ളൊരു പ്രചോദനം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.